ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കോട്ടെ. ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ എതിരെ യുദ്ധം നടക്കുകയാണ്. ഈ കൊറോണ വൈറസ് വേഗം ഇല്ലാണ്ടാവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു വിഷമവും പേടിയും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ സമയം. എന്നാലും നമുക്ക് ധൈര്യം വിടണ്ട. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. മിക്ക നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ കിട്ടുന്നൊരു ഐറ്റമാണ് പനീർ ലബാബ്ദാർ. ലബാബ്ദാറിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കംപ്ലീറ്റ് സറെൻഡർ എന്നാണ് ലബാബ്ദാറിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ ടേസ്റ്റും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിൽ അങ്ങോട്ട് സറെൻഡർ ആയി പോകും. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരുപാട് ഡിഷസിനുണ്ട് ഈ ലബാബ്ദാർ എന്നുള്ള ടേം. ഏതായാലും നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു ഡിഷാണിത്, പനീർ ലബാബ്ദാർ. പനീർ ബട്ടർ മസാലയിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റിയാണ്. നാൻ അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. 500 grams പനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇതിന് സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതുപോലത്തെ ന്യൂട്രൽ ഫ്ലേവേർഡ് ഓയിൽ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതിൻ്റെ കൂടെ തക്കോലം, സ്റ്റാർ അനീസിൻ്റെ ഒരു ചെറിയ ഇതിൽ, പിന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പൂ. ഇത്രയും സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു 2 മിനിറ്റ്. സവാള ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങാൻ പാടുള്ളൂ, കൂടുതൽ കളറാവരുത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ വഴറ്റി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. 2 സവാളയ്ക്ക് 4 ടൊമാറ്റോ ആണ് ആഡ് ചെയ്തത്. ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇതും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം കുറച്ചും കൂടി ഫ്ലെയിം വേണമെങ്കിൽ കൂട്ടി വയ്ക്കാം. 2 മിനിറ്റോളം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പൊടി കാഷ്യൂ നട്ട്സും 1 ടേബിൾ സ്പൂൺ മെലൻ സീഡ്സ്, ചാർമഗജ് എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോഴ്സിൽ കിട്ടുന്നതാണ് മെലൻ സീഡ്. ഒരു കൊഴുപ്പും ഇതൊക്കെ കിട്ടാൻ നല്ലതാണ്. കബാബ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സാറിലോ കാഷ്യൂ നട്ട്സ് മാത്രം മതിയാവും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് വഴറ്റിയെടുത്തപ്പോൾ ടൊമാറ്റോസൊക്കെ നന്നായി സോഫ്റ്റായി. ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാറണം, അത് മാറ്റി വയ്ക്കാം. ഇനി പനീർ നോക്കാം. 500 ഗ്രാം പനീർ. ഇത് വലിയ ബ്ലോക്കാണ്, അപ്പോൾ ഇതുപോലത്തെ റെക്റ്റാങ്കിൾസ് ആക്കി കട്ട് ചെയ്തു, പിന്നെ സ്ക്വയർ ആക്കി കട്ട് ചെയ്തു ഇതുപോലെ. എന്നിട്ട് ഇതുപോലത്തെ ട്രയാങ്കിൾ ഷേപ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരുവിധം വലിയ പീസസാണ് പനീർ ലബാബ്ദാറിൽ കാണുന്നത്. നല്ല വലിയ പീസാണെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ആ 500 ഗ്രാംസിൽ നിന്ന് 300 ഗ്രാംസ് നമുക്ക് ട്രയാങ്കിൾ ആക്കാം. ബാക്കി 200 ഗ്രാം നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല നേരത്തെ വഴറ്റി വെച്ചത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 ബാച്ചായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണില്ല. ഒരു തിക്ക് ഇങ്ങനെ വളരെ വെൽവെറ്റി സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടണം. ഇതാണ് ലബാബ്ദാർ മസാലയുടെ പേസ്റ്റ്. അപ്പോൾ ഈ ഒരു പേസ്റ്റാണ് ഈ റെസിപ്പിയുടെ ഒരു സീക്രറ്റ് എന്ന് വെച്ചാൽ. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ? അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ആ പാൻ ക്ലീനാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1/4 കപ്പ് ബട്ടറും ഓയിലും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയുള്ള കോമ്പിനേഷനാണിത്. അപ്പോൾ ഓയിലാണ് കുറച്ച് കൂടുതൽ. 1.5 ടേബിൾ സ്പൂൺ ഓളം ബട്ടറും ബാക്കി ഓയിലെടുത്താൽ മതി. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചൂടായി വരുന്ന ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേഗം ഇളക്കി കൊടുക്കണം. നല്ലൊരു മണവും കളറൊന്ന് ഡീപ്പ് കളറായി വരും അതുവരെ. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന്
ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണം. കൂടുതൽ നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് ലബാബ്ദാറിൻ്റെ മസാല പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേപോലെ കളറ് മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിരിക്കും. ഈ സമയത്ത് കുറച്ച് സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. 1 മുതൽ 2 ടീസ്പൂൺ വരെ ഗരം മസാല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഗരം മസാല വല്ലതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എൻ്റെ ചാനലിലുണ്ട് ഒരു നല്ല നോർത്ത് ഇന്ത്യൻ ഗരം മസാല. അത് ആ റെസിപ്പി വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. 2 ടീസ്പൂണിൽ നിന്ന് 1 ടീസ്പൂണാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. ബാക്കി പിന്നെ ആഡ് ചെയ്യാം ടേസ്റ്റൊക്കെ നോക്കിയിട്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിൽ ഇത്തിരി കുറവ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗരം മസാല കുറേ ഇടാത്തത്, പലതരം ഗരം മസാലക്ക് ടേസ്റ്റ് കുത്തും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. ഇതിൽ ഒന്ന് ലൂസാക്കി എടുക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഈ കുക്കിംഗ് പ്രോസസ്സിലും. എന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗരം മസാലക്ക് കുത്ത് ഇല്ലാത്ത ടൈപ്പ് ഗരം മസാല ആണെങ്കിൽ 2 ടീസ്പൂണോളം ഇടാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇടുന്നുണ്ട് എൻ്റെ ഗരം മസാല. അതിൻ്റെ കൂടെ കുറച്ചും കൂടി കളർ ഒന്ന് വെപ്പിക്കാൻ 1/2 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി വെള്ളം ഒഴിച്ച് ഇത്തിരി ലൂസാക്കാം. കാരണം ഇത് ഇനിയും ഒന്നും കൂടി മൂടി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാവാൻ വെയിറ്റ് ചെയ്യും. എണ്ണ ഒന്നും കൂടി തെളിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സമയത്ത് ഉപ്പ് പാകത്തിനിടാം. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ശകലം കൂടുതൽ ഉപ്പ് വേണ്ടി വരും. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡിഷസിന് ഇത്തിരി പഞ്ചസാര എപ്പോഴും നല്ലതാണ്. അപ്പോൾ എണ്ണയൊക്കെ പിന്നെയും തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുക്കിംഗ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് അത് ചേർത്ത് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലോ സിമ്മിലിട്ടിട്ടാണ് ബാക്കി കുക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് 2 ടീസ്പൂൺ കസൂരി മേത്തി, ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്, നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് 2 ടീസ്പൂൺ ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കട്ടി നോക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കാം, ഉപ്പ് ചേർക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ. ഇനിയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീർ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പനീറിൽ നിന്ന് പകുതി ഭാഗം ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ മാറ്റി വെക്കാൻ കേട്ടോ, ഗാർണിഷിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ട്രയാങ്കിളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പനീർ നല്ല സോഫ്റ്റായി അതിൽ കിടന്ന് കുക്കായിട്ടുണ്ടാവും. ഈ പനീർ റെസിപ്പിക്ക് പനീർ ഫ്രൈ ചെയ്യരുത്. ഇതിലേക്ക് ഇടുന്ന മുമ്പ് ലബാബ്ദാറിൻ്റെ അർത്ഥം തന്നെ അതിലേക്ക് സറണ്ടർ എന്ന് വെച്ചാൽ അത്രയും മെൽറ്റിംഗ് ആയിരിക്കണം ആ പനീർ. അപ്പോൾ പനീർ പതുക്കനെ കുക്കായി നല്ല സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചും കൂടി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. സാധാരണ പനീർ ബട്ടർ മസാലക്ക് കാണുന്ന പീസ് പോലെയല്ല. ഇനി തുറന്ന് നോക്കുമ്പോൾ ലബാബ്ദാർ റെഡി ആയിട്ടുണ്ട്. പനീർ ലബാബ്ദാർ ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില, ഒരു വലിയ പൊടി മല്ലിയില ചേർത്തിട്ടുണ്ട്.
അതും കൂടി ചേർത്താൽ റെഡി. ഇത് നാൻ അല്ലെങ്കിൽ ചപ്പാത്തിനായിട്ട് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും ഒന്ന് വിവരം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ പിന്നെ കൊമൻറ്റ്സ് ഇടാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് റെസിപ്പീസ് ഇനിയും ഉണ്ട് ഷെയർ ചെയ്യാൻ. കൊമൻറ്റ്സ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.